Question വായിക്കാം. A weight 4500 Newton is supported in a vertical plane by a string and pulleys arranged as shown in the figure. If the free end A of the string is pulled vertically downward with a constant acceleration of 1.8 meter per second square, find the tension in the string. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു വെയിറ്റ് ഉണ്ട് അല്ലേ. ഈ വെയിറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4500 ന്യൂട്ടനാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വെയിറ്റ് ഒരു പുള്ളിയൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫ്രീ എൻഡ് ഉണ്ട് അല്ലേ. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ സ്ട്രിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ഒരു ഫ്രീ എൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ക്വസ്റ്റിൽ പറയുന്നത് ഈ ഒരു ഫ്രീ എൻഡ് താഴേക്ക് പിടിച്ച് വലിക്കുകയാണ്, താഴേക്ക് പുള്ളി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 1.8 ആണ് എന്നിട്ടുണ്ട്. അതായത് ഈ ഒരു എൻഡിനെ താഴേക്ക് പുള്ളി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സലറേഷൻ എത്രയാണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്? 1.8 ആണെന്ന്, 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ടെൻസൈൽ ഫോഴ്സ്, ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻസൈൽ ഫോഴ്സ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം, ഇവിടെ നോക്കിയേ 2 പുള്ളീസ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഇവിടെ ഒരു പുള്ളിയുണ്ട്. അതിൻ്റെ ഈ ഒരു പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രിങ് എവിടെയാണ് പോയിരിക്കുന്നത്? ഒരു ഫിക്സ്ഡ് എൻഡിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആക്സിലറേഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ അല്ല ഇവിടെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ആ ആക്സിലറേഷൻ്റെ ഡിഫറൻസ് വരുന്നത്? ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ. കാര്യം ആ എൻഡാണ് നമ്മൾ ഈ ഫിക്സ്ഡ് എൻഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പുള്ളിയിലൂടെ പോയിരിക്കുന്ന ആ ഒരു സ്ട്രിങ്ങിനെയാണ് ഫിക്സ്ഡ് എൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ അറ്റ് ദ എൻഡ് എ എത്രയാണ്? 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദിസ് വെയിറ്റ് എത്ര ആയിരിക്കും? ഇപ്പോൾ ഇത് ബി എന്ന് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു പോയിന്റിന്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ബിനെ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 1.8 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അതായത് 0.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വെയിറ്റ്. അപ്പം ഞാൻ വെയിറ്റിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. വെയിറ്റിന് ഫസ്റ്റ് വെയിറ്റ് മാർക്ക് ചെയ്തു, 4500 ന്യൂട്ടൺ ആണ്, അതിനെ മാർക്ക് ചെയ്തു. ഇനിയും എന്തുകൊണ്ട് ഇവിടെ റിയാക്ഷനൊന്നുമില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് നോക്കുക. ഇവിടെ നോക്കിക്കേ 2 സ്ട്രിങ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും, ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2 ടെൻസൈൽ ഫോഴ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 2 ടെൻസൈൽ ഫോഴ്സ്, അതായത് 2T എന്നായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നമുക്കറിയാം ഈ ഒരു പുള്ളീനെ, ഈ ഒരു എൻഡിനെ താഴേക്ക് വലിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇതിൻ്റെ മൂവ്മെൻറ്റ് അപ്വേർഡാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഫോഴ്സിനെ പോസിറ്റീവായിട്ട് എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിനെയൊക്കെ നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് വരും. ഈ 4500 എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടും വരും. ഇസ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിൻ്റെ മാസ് വേണം അല്ലേ. നമുക്ക് ഇത് 4500 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്കതിനെ മാസ്സാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 9.8 വേണം ചെയ്യണം. ഇതൊരിക്കലും മറക്കില്ല കേട്ടോ. ഈ മാസിൻ്റെ ആക്സിലറേഷൻ്റെ മാസ് എപ്പോഴും കിലോഗ്രാമിലായിരിക്കണം ഇടേണ്ടുന്നത്. ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ നമുക്കറിയാം അല്ലേ. ഈ ബി എന്ന് പറയുന്ന ഇതിലെ ആക്സിലറേഷൻ എത്രയാണ്? 0.9 ആണ്. അപ്പോൾ ഇൻറ്റു 0.9 ചെയ്താൽ മതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ടീനെ ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2456.42 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.